പഹൽഗാം ഭീകരാക്രമണത്തിൽ തീവ്രവാദികൾക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്ത 2 തദ്ദേശീയ ഭീകരരെ തൂക്കി പോലീസ്. അഭയവും അതുപോലെ തന്നെ ആയുധങ്ങളും നൽകി സഹായിച്ച ഇവരെ ദേശീയ അന്വേഷണ ഏജൻസിയാണ് പിടികൂടിയത്. പഹൽഗാമിലെ ബാഡ്കോട്ട് സ്വദേശി പർവോയ്സ് അഹമ്മദ്, അതുപോലെ തന്നെ ഹിൽ പാർക്കിൽ നിന്നുള്ള ബഷീർ അഹമ്മദ് എന്നിവരെയാണ് ഇപ്പോൾ ഏജൻസി പിടികൂടിയതും. ചോദ്യം ചെയ്യലിൽ ഇരുവരും ആക്രമണത്തിൽ ഉൾപ്പെട്ട മറ്റു 3 ലഷ്കർ-ഇ-തോയ്ബ ഭീകരന്മാർക്ക് ഒത്താശ ചെയ്തു കൊടുത്തുവെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. ആക്രമണത്തിന് മുൻപേ തന്നെ ഇരുവരും ഈ ഒരു പാർക്കിലെ അതായത് 3 ആയുധധാരികളായ ഭീകരർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ അഭയം നൽകിയിരിക്കുന്നു എന്നതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. 1967 നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അതായത് തടയൽ നിയമത്തിലെ സെക്ഷൻ 19 പ്രകാരമാണ് ഇരുവർക്കെതിരെയും തീവ്രവാദ വിരുദ്ധ ഏജൻസി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏപ്രിൽ 22-ന് പഹൽഗാമിലെ ബൈസൺ താഴ്വരയിൽ നിരപരാധികളായ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 26 പേർക്ക് അവരുടെ ജീവൻ നഷ്ടമായി. ഇതിനു പിന്നാലെയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാനിലെ 9 ഭീകര താവളങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ശക്തമായ തിരിച്ചടി നൽകിയതും. ഇതോടുകൂടി തന്നെ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി വലിയ വിജയം നേടിയതായും ഭീകരവിരുദ്ധ ഏജൻസി അറിയിച്ചിരിക്കുകയാണ്. ആക്രമണങ്ങൾക്ക് അഭയവും അതുപോലെ ലോജിസ്റ്റിക്കൽ പിന്തുണയും നൽകിയ 2 പേരെ അറസ്റ്റ് ചെയ്തതിലൂടെ ഭീകരന്മാരിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം വർഗീയതയ്ക്കെതിരായ നിലപാട് ഘടിപ്പിച്ചിരിക്കുകയാണ് ആസാം സർക്കാരും. സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ മറ്റു വർഗീയത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കടുത്ത നടപടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ആസാം സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. മാത്രമല്ല, ഇന്ത്യയിൽ പൂർണ്ണമായും വർഗീയതയും ഭീകരവാദവും അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികളായി മുന്നോട്ട് പോവുകയാണ് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും. ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി ചാരവൃത്തി നടത്തുന്ന നിരവധി പേരെയായിരുന്നു സംയോജിതമായ ഇടപെടലിലൂടെ കണ്ടുപിടിക്കാനായതും. അതുപോലെ രാജ്യത്തെ പിടിച്ചുയർത്തുന്നതിലും സമാധാനം വർദ്ധിപ്പിക്കുന്നതിലും സാധാരണക്കാരായ ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയാണ് അഹോരാത്രം കേന്ദ്ര സർക്കാർ പ്രയത്നിക്കുന്നതും. അങ്ങനെയുള്ളപ്പോൾ തന്നെ രാജ്യത്തിന് ഭീഷണിയായി ഏത് സംസ്ഥാനത്തു നിന്നുള്ളവർ പ്രവർത്തിച്ചാലും അവർക്കെതിരെ കർശന നടപടി തന്നെ സ്വീകരിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. അവിടെ ഭരിക്കുന്നവർ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടതും അനിവാര്യമാണ്. ഇതെല്ലാം തന്നെ ഫേസ്ബുക്കിൽ വർഗീയ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ഒരാൾ ആസാമിൽ അറസ്റ്റിലായി എന്ന റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇതുവരെ 94 പേരെയാണ് ആസാമിൽ വർഗീയ പ്രചരണത്തിന്റെയും പാകിസ്ഥാൻ പിന്തുണയുടെയും പേരിൽ അറസ്റ്റ് ചെയ്തതും. ദേശവിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി ഇനിയും തുടരുമെന്നും ആസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ വ്യക്തമാക്കുകയും ചെയ്തു. പാകിസ്ഥാൻ അനുകൂല വർഗീയ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന് ആസാമിൽ ഒരാളാണ് അറസ്റ്റിലായത്. ഏപ്രിലിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്നുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഇത്തരം കേസുകളിൽ അറസ്റ്റിലായവരുടെ ആകെ എണ്ണം 94 അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതും. പ്രതി നിരന്തരം നിരീക്ഷണത്തിലായിരുന്നുവെന്നും ഹിമന്ത് ബിശ്വ ശർമ്മ വ്യക്തമാക്കി. ഫേസ്ബുക്കിലൂടെ വർഗീയ പ്രചരണം നടത്തിയ സഫീഖുൽ ഹഖ് എന്ന പ്രതിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.